നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും മനുഷ്യ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വണ്ടർ അടിച്ചിട്ടുണ്ടാകും അല്ലേ? നമ്മളുടെ സ്വഭാവം, പെരുമാറ്റം ഇതൊക്കെ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? പേഴ്സണാലിറ്റീസ് ഷേപ്പ് ചെയ്യപ്പെടുന്നത് എങ്ങനെ? നമ്മളുടെ ഇമോഷണൽ റിയാക്ഷൻസ് നമ്മളുടെ ആക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെ? യെസ്, സൈക്കോളജി ഈസ് മോർ ദാൻ എ സബ്ജക്ട്. ഒരു വിഷയം എന്നതിലുപരി ഒരാൾക്ക് അയാളെക്കുറിച്ച് സ്വയം അറിയാനും നമ്മളുടെ ചുറ്റുമുള്ളവരെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള മികച്ച ഒരു മാർഗം കൂടിയാണ് സൈക്കോളജി പഠനം. വെൽക്കം ടു എ ഡീറ്റെയിൽഡ് വീഡിയോ ഓൺ IGNOU MA സൈക്കോളജി. വളരെ ഫ്ലെക്സിബിളും കോംപ്രിഹെൻസീവും കരിയർ ഓറിയന്റഡുമായിട്ടുള്ള പ്രോഗ്രാമാണ് IGNOU മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് ആൻഡ് സൈക്കോളജി. MAPC എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ IGNOU കോഡ്. കേരളത്തിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് IGNOയിൽ നിന്ന് MA സൈക്കോളജി നേടാം. ഈ വീഡിയോയിൽ എന്തുകൊണ്ട് IGNOU MA സൈക്കോളജി നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനിലെയും കരിയറിലെയും ഏറ്റവും മികച്ച നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആകാമെന്ന് വിശദമായി നോക്കാം. ടെക്നോളജിയിൽ ഇത്രയും അഡ്വാൻസ്മെന്റ്സ് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും ലോകത്തിലെ മുഴുവൻ പ്രൊഫഷൻസ് എടുത്തു നോക്കുമ്പോഴും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു മേഖലയാണ് സൈക്കോളജി. മെന്റൽ ഹെൽത്ത് കൗൺസിലേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ്, റിസർച്ചേഴ്സ്, HR പ്രൊഫഷണൽസ് ഇങ്ങനെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊഫഷൻസും ലോകത്തിന് വളരെയധികം ഡിമാൻഡുള്ളവയാണ്. MA സൈക്കോളജി പഠിക്കാൻ എന്തുകൊണ്ട് IGNOU എന്നതാണ് അടുത്ത കാര്യം. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് IGNOU. യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതാണ് IGNOവിന്റെ സവിശേഷതകൾ. MA സൈക്കോളജി അഥവാ MAPC പ്രോഗ്രാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏത് ഡിഗ്രിയും പ്രൊഫഷണൽ കോഴ്സും കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് IGNOU MAPC ചെയ്യാം. നിങ്ങൾ MBBS, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും MAPC പ്രോഗ്രാം പഠിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണ്. റിഗാർഡ്ലെസ് ഓഫ് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, സൈക്കോളജിയിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും IGNOയിൽ വളരെ ഫ്ലെക്സിബിളായി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ PG കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. മിക്ക IGNOU പ്രോഗ്രാമുകളെ പോലെ തന്നെ IGNOU MA സൈക്കോളജിയുടെ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് അതിന്റെ ആക്സസിബിലിറ്റി ആണ്. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആർക്കും MA സൈക്കോളജി IGNOയിൽ നിന്ന് നേടാം. പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഓൾറെഡി PG ചെയ്തിട്ടുള്ളവർക്കും ഒക്കെ IGNOU MA സൈക്കോളജി ചെയ്യാൻ സാധിക്കും. IGNOU MAPC പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ 2 വർഷമാണ്. എന്നാൽ അത് 4 വർഷം വരെ എക്സ്പാൻഡബിൾ ആണ്. അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആർക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് IGNOU MAPC കോഴ്സിന്റെ കരിക്കുലം ഒന്ന് നോക്കാം. എക്സൈറ്റിംഗ്ലി ഡൈവേഴ്സും കോംപ്രിഹെൻസീവും ഡീറ്റെയിൽഡും ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് IGNOവിനുള്ളത്. ഫസ്റ്റ് ഇയറിൽ ഫൗണ്ടേഷണൽ അല്ലെങ്കിൽ എസെൻഷ്യൽ സൈക്കോളജി സബ്ജക്ട്സ് ആയിരിക്കും വരുന്നത്. മുൻപ് സൈക്കോളജിയിൽ യാതൊരു പരിചയമില്ലാത്ത ആളുകൾക്കും ഈ മേഖലയിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിനായി വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ഓരോ സബ്ജക്ട്സ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് MPC 001 കോഡുള്ള കോഗ്നിറ്റീവ് സൈക്കോളജി, ലേണിംഗ് ആൻഡ് മെമ്മറി. ദിസ് ഡൈവ്സ് ഡീപ്പ് ഇൻടു ഹൗ വി പ്രോസസ്, സ്റ്റോർ ആൻഡ് റിട്രൈവ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് MPC 002 ലൈഫ് സ്പാൻ സൈക്കോളജി. ഇത് ഹ്യൂമൻ ഗ്രോത്തിനെയും അതുകൊണ്ടുണ്ടാകുന്ന സൈക്കോളജിക്കൽ ചേഞ്ചസിനെയും പറ്റിയാണ് ഉള്ളത്. നെക്സ്റ്റ് ഈസ് MPC 003 പേഴ്സണാലിറ്റി, തിയറീസ് ആൻഡ് അസസ്മെന്റ്. ഇത് പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള വേരിയസ് തിയറീസിനെ പറ്റി അത് അക്സസ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ മെത്തേഡ്സിനെ പറ്റിയാണ് പറയുന്നത്. MPC 004 അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിലുള്ള നമ്മളുടെ ബിഹേവിയർ, സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് MPC 005 ആൻഡ് 006 റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് നമ്മുടെ ക്രൂഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, എസ്പെഷ്യലി ഫോർ സൈക്കോളജിക്കൽ റിസർച്ച്. MPCL 007 പ്രാക്ടിക്കൽസ് ഇൻ എക്സ്പെരിമെന്റൽ സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ഇത് ഒരു ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ ലബോറട്ടറി വർക്കാണ്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 3 സ്പെഷ്യലൈസേഷൻസ് ആണ് IGNOU MAPC പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജിയാണ് 3. നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാമിന് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യേണ്ടത്. അതിൽ ഓരോന്നിലും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ക്ലിനിക്കൽ സൈക്കോളജി ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതാണ് സൈക്കോപാത്തോളജി, സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ്, പിന്നെ ഒരു ക്ലിനിക്കൽ പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പും പ്രോജക്റ്റും. ഇനി നിങ്ങൾ കൗൺസിലിംഗ് സൈക്കോളജിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡെപ്ത് കൗൺസിലിംഗ് തിയറീസ്, ഇന്റർവെൻഷൻസ്, അസസ്മെന്റ്സ് ആൻഡ് റിയൽ ലൈഫ് കൗൺസിലിംഗ് പ്രാക്ടിക്കലും ഒരു ഇന്റേൺഷിപ്പുമാണ് ഇതിനൊപ്പം വരുന്നത്. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ ലേൺ അബൌട്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ, HR ഡെവലപ്മെന്റ്, ടീം മാനേജ്മെന്റ് ആൻഡ് ഒരു ഓർഗനൈസേഷണൽ പ്രാക്ടിക്കലും. പ്രാക്ടിക്കൽ സ്കിൽസ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ജോബ് റെഡിനെസ് ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ് ഓരോ സ്പെഷ്യലൈസേഷൻസും. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും സൈക്കോളജിയുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണമെന്നുള്ള ഒരു ധാരണയും നിങ്ങൾക്ക് സ്വാഭാവികമായി വന്നിട്ടുണ്ടാവും. IGNOയിൽ നിന്ന് MAPC ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണമെന്നില്ല.
അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇഗ്നുവിൻ്റെ ഈ ഒരു ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കാമെന്നുള്ളത്. അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ലേൺവൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പോട് കൂടി ഇഗ്നു MA സൈക്കോളജി കരിക്കുലം ഏറ്റവും കോംപ്രിഹെൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി MA സൈക്കോളജി പഠിച്ചെടുക്കാൻ സഹായിക്കും. ലേൺവൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ല എന്നതൊഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വിർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺവൈസ്. ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി ഡിഗ്രി അല്ലെങ്കിൽ PG ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ്, വാല്യൂ ആഡഡ് നോട്ട്സ്, എക്സാം പീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ്, അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ്, ഇഗ്നോ മോഡൽ എക്സാംസ്, ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക്, വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ്, ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും. നമുക്കിനി ഇഗ്നു MA സൈക്കോളജി ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ലഭിക്കുക എന്ന് നോക്കാം. സ്കൂൾസ്, NGOs, കോളേജസിലൊക്കെ കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ലീഡിംഗ് കോർപ്പറേറ്റ്സിലൊക്കെ തന്നെ HR സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാം. ഇനി ഹയർ എഡ്യൂക്കേഷൻ മേഖലകളിലേക്കാണ് താല്പര്യമുള്ളവരെങ്കിൽ യൂണിവേഴ്സിറ്റികളിലും മറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ അക്കാഡമിക് സ്കോളേഴ്സ് ഒക്കെ ആയി PhDക്കൊക്കെ എൻറോൾ ചെയ്യാവുന്നതാണ്. ഓവറോൾ MAPC നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ചെയ്യും. പബ്ലിക് സെക്ടേഴ്സിലും പ്രൈവറ്റ് സെക്ടേഴ്സിലും ഒക്കെ വളരെ വാല്യൂ ചെയ്യപ്പെടുന്ന ഒരു കോഴ്സാണ് ഇഗ്നു MA സൈക്കോളജി. ഈ മേഖലകളിലൊക്കെ തന്നെ ഒട്ടനവധി അവസരങ്ങൾ ഇഗ്നു MAPC സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ലഭിക്കും. നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവൈസിന്റെ സഹായത്തോടു കൂടി ഇഗ്നുവിൽ നിന്ന് MA സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ട്. പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് കേട്ടു നോക്കാം. ഇഗ്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ MAക്ക് ജോയിൻ ചെയ്യണം എന്ന് വന്നപ്പോൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മാത്രമാണ് വഴി എന്ന് വന്നപ്പോൾ ഇഗ്നുവിനെ പറ്റി അന്വേഷിച്ചു. അപ്പോഴാണ് ഇഗ്നു ഒരു വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്നും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്നും നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് ചാൻസലർ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീരുമാനിച്ചു എൻ്റെ അടുത്ത MA ഇഗ്നുവിൽ തന്നെയാണ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇനി നല്ലൊരു സ്റ്റഡി പർപ്പസ് ആണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ലേൺവൈസിനെ ചൂസ് ചെയ്തത്. ലേൺവൈസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റുകൾ, ഒന്ന് ഗുഡ് മെന്റർഷിപ്പ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് അവരൊരു സ്പെഷ്യൽ ഗ്രാമർ ക്ലാസ്സസ്, ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ്, അതേപോലെ സ്പെഷ്യൽ മോട്ടിവേഷൻ ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, ഇതൊക്കെ കൂടാതെ തന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അവരെ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് നമുക്ക് കഴിഞ്ഞു പോയ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും, അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവരെ ആപ്ലിക്കേഷനിൽ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആവുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് കവർ ചെയ്യാനൊക്കെ സിമ്പിൾ ആണ് ഈ ആപ്ലിക്കേഷൻസ് കൂടെ നോക്കാനും കാര്യങ്ങളും. അതുകൂടാതെ ഏറ്റവും വലിയ ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളത് ഡെയിലി അപ്ഡേഷൻസ് കൊടുക്കണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു, അങ്ങനത്തെ എന്തൊക്കെ ഷെഡ്യൂളുമായി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഡെയിലി അപ്ഡേഷൻസ്. അത് നമ്മൾ ഒന്ന് മറന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഡെയിലി ഇവരൊരു ഫോളോ അപ്പ് ഉണ്ട്, വീക്കിലി കോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു കോളേജിൽ പോകുന്ന ആ ഒരു ഫീലിംഗിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അത് ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അവര് നമ്മളെ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്ത് നമ്മളെ പുറകെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെയധികം കുറവാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലേൺവൈസിനെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്ന് വരെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. എല്ലാത്തിനും ഇവരെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സൂപ്പറാണ്. എനിക്ക് റെഗുലറായിട്ട് പോയി പഠിക്കാനുള്ളൊരു സാഹചര്യം എനിക്കിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്തത്. അതുകൂടാതെ എനിക്ക് പഠനത്തിൽ ഒത്തിരി ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് തനിയെ പഠിക്കലൊരു വിഷമമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ലേൺവൈസിൽ ജോയിൻ ചെയ്തത്. അത് ഞാൻ വിത്ത് മെൻറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലേൺവൈസിലെ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും നല്ല റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ലൈവ് ക്ലാസ് ആണെങ്കിലും എല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ്. പിന്നെ എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് സുനീറ മാമാണ്. മാം എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ എപ്പോൾ വിളിച്ചാലും നല്ല സ്നേഹത്തോടു കൂടി തന്നെ എല്ലാ ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്ത് തരികയും അതുപോലെ
അസൈൻമെൻറ്റ് എഴുതുന്നതിനാണേലോ പഠിക്കുന്നതിൻ്റെ കാര്യത്തിലാണേലോ എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. മെൻറ്ററിൻ്റെ ഒരു സഹായം നമുക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നിയിട്ടില്ല. അതുപോലെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ എന്തായി, അസൈൻമെൻറ്റ് എന്തായി, പഠനം എന്തായി എന്ന് ചോദിച്ചു മാം എല്ലാ ആഴ്ചയിലും വിളിക്കാറുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനായിട്ടുള്ളൊരു, അല്ലെങ്കിൽ എഴുതി തീർക്കാൻ, അസൈൻമെൻറ്റൊക്കെ ആണെങ്കിലും എഴുതി തീർക്കാനൊക്കെ ആയിട്ടുള്ളൊരു പ്രചോദനം കൂടിയാണ്. അപ്പം മെൻറ്റർ എടുത്ത് എന്തായാലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ നന്നായി എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജായിട്ട് കോഴ്സ് പഠിക്കുന്ന പോലെ, അതായത് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സഹായകരമായ രീതിയിൽ ക്ലാസ്സുകളെല്ലാം കിട്ടുന്നുണ്ട്. റെക്കോർഡഡ് വീഡിയോകളുണ്ട് എല്ലാ ലെസണിൻ്റെയും. പിന്നെ എല്ലാ ക്ലാസ്സുകളും ലൈവ് റിവിഷൻ ക്ലാസ്സുകളുണ്ട്. വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എന്ത് സംശയവും തീർപ്പേരുന്നതിനുള്ള വളരെ മനോഹരമായി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. പ്രത്യേകിച്ചും ഗൗരി മാഡം, വൈഷ്ണവി മാഡം ഒക്കെ വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചത്. പിന്നെ ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്ത് വളരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, എല്ലാ ആഴ്ചയും കൃത്യമായി നമ്മൾ വിളിച്ച് നമ്മുടെ പഠന വിവരങ്ങൾ അന്വേഷിച്ച് എല്ലാ ബൂസ്റ്റിങ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അർച്ചന മാഡമാണ്. വളരെ പോസിറ്റീവ് എനർജിയുള്ള, വളരെ പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കുന്ന നല്ല പെർഫെക്റ്റ് സൈക്കോളജിസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ലേൺവൈസിന് ശരിയായ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. PG എടുക്കാൻ വേണ്ടി ഞാൻ പലരെയും സമീപിച്ചെങ്കിലും ഒരു പോസിറ്റീവ് റിപ്ലൈ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ലേൺവൈസ് വഴി PG എടുക്കാമെന്ന് കണ്ടെത്തിയത്. അവർ തന്നിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. എൻ്റെ എൻക്വയറിയുടെ പുറത്ത് അവരവരുടെ മെൻറ്റർ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യും. മെൻറ്റർ സപ്പോർട്ടോടുകൂടി ഞാനിപ്പോൾ PG സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓരോ വീക്ക്ലിയും അവരെനിക്ക് റിവ്യൂസ് എന്നിൽ നിന്ന് എടുക്കാറുണ്ട്. എനിക്ക് മെൻ്റലി ഞാൻ ചില സമയത്ത് എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴും ലേൺവൈസിലെ മെൻറ്റേഴ്സ് എന്നെ വിളിക്കുകയും എനിക്ക് ഫുള്ള് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നു. അപ്പോൾ മെൻറ്ററുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാനിപ്പോൾ PG നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആസ് എ പേഴ്സൺ ഡെവലപ്പ് ആണെങ്കിൽ സൈക്കോളജി പഠിക്കുന്നത് തീർച്ചയായിട്ടും ഉപകരിക്കുമെന്നുള്ളൊരു ബോധം ഉണ്ടായത്. അങ്ങനെ MA സൈക്കോളജി എടുക്കാം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പഠിക്കാനുള്ള നമ്മളെ നിലവിലുള്ള ബിസിനസ്സിനെ ബാധിക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തെരച്ചിലിനിടയിലാണ് ലേൺവൈസിൽ എത്തുന്നത്. ശേഷം ഇപ്പോൾ ഏകദേശം 1 വർഷമായി പഠനം തുടങ്ങിയിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ എനിക്ക് അവിടുന്ന് കിട്ടിയ പിന്നെ മെൻറ്റർ വൈസിലുള്ള സപ്പോർട്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റു പാഠ്യേതര പദ്ധതികളായിക്കോട്ടെ, അവരുടെ ഒരു ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസ് ആയിക്കോട്ടെ. അതിനുശേഷം ആക്ച്വലി നമ്മളിത് പഠനം മുന്നോട്ട് പോകുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഇംഗ്ലീഷ്, സ്പെഷ്യലി ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ അല്പം നോളേജ് കുറവുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകാനുള്ള കോഴ്സസ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള കോഴ്സ്, അങ്ങനെ ഇതിന് ഈ പാഠ്യ പദ്ധതിക്ക് പുറമെ അത്തരം കോഴ്സുകളൊക്കെ ഈ ലേൺവൈസിൽ നിന്ന് അക്കാഡമിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു ലേൺവൈസ്. ലേൺവൈസിന്റെ കൂടെയുള്ള MA സൈക്കോളജി ജേർണി ഇൻക്രെഡിബിളി ഈസിയും എൻജോയബിളും ആയിരിക്കും. ലേൺവൈസിന്റെ കൂടെ MA സൈക്കോളജി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക. കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 75 92 93 96 16 എന്നതാണ്. ലേൺവൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും. IGNOU MA സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. ലേൺവൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ ഡിസ്കസ് ചെയ്തു. കേരളത്തിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ കൂടെ നിങ്ങൾക്ക് IGNOU MA സൈക്കോളജി ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലേൺവൈസിന്റെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.